ഓക്കെ ഡിയർ ഫ്രണ്ട്സ്, ഏവർക്കും നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ മുതൽ ഞങ്ങളുടെ പ്രദേശത്ത് കറണ്ടില്ല. ഒരു ക്ലാസ് എടുക്കാനായിട്ട് ഇവരൊക്കെ വരികയും ചെയ്തു. അപ്പോൾ ഞങ്ങൾ ക്ലാസ് എടുക്കാനുള്ള ശ്രമത്തിലാണ്. ഈ ക്ലാസ് ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് ഞാൻ താമസിക്കുന്ന വീട്ടിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ടാണിത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ചെറിയ ചില പരിമിതികളൊക്കെ ഉണ്ടാകും. ചില ശബ്ദങ്ങളൊക്കെ അല്ലാതെയൊക്കെ ഇതിനകത്ത് വന്നേക്കാം. എല്ലാം നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. എൻ്റെ വലതുഭാഗത്തിരിക്കുന്ന രാധിക ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. നമ്മുടെ ഈ പാനലിൽ സജീവമായി നിൽക്കുന്ന ഒരു വിദ്യാർത്ഥിനിയാണ്. തൊട്ടടുത്തിരിക്കുന്ന ഐശ്വര്യയാണ്. ഐശ്വര്യയെ ഞാൻ പ്രത്യേകിച്ച് ഒട്ടും പരിചയപ്പെടുത്തുന്നില്ല. നിങ്ങൾക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു വ്യക്തിയാണെന്നുള്ളത് അറിയാം. പിന്നെ അഖില നമ്മുടെ ക്ലാസ്സുകൾ നേരത്തെ എടുത്തിട്ടുണ്ട്, ചോദ്യപേപ്പറൊക്കെ വായിച്ചിട്ടുണ്ട്. നമ്മുടെ സ്ഥാപനത്തിൽ സജീവമായി നിൽക്കുന്നവരാണ് ഇവരൊക്കെ. അവർ രണ്ടാം തലമുറ എന്ന് പറയാം. ആദ്യത്തെ തലമുറ എല്ലാവരും ജോലി കിട്ടിപ്പോയി. രണ്ടാം തലമുറക്കാരാണ് ഇവരാണിപ്പോൾ നമ്മെ സഹായിക്കുന്നത്. അപ്പോൾ ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത INC-യുടെ ബാക്കിയാണ് എടുക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ 1885 INC രൂപീകരിച്ചത് മുതൽ നമ്മൾ ആ കഥ ഇങ്ങോട്ട് പറഞ്ഞു വന്ന് 1894 വരെ പറഞ്ഞു എന്നാണ് എൻ്റെ ധാരണ. 1894 വരെ INC-യുടെ ആകെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് 54 സമ്മേളനം നടന്നിട്ടുണ്ട്. ആ 54 സമ്മേളനവും നമ്മളൊന്ന് വിശകലനം ചെയ്യുകയാണ്. എൻ്റെ സുഹൃത്തുക്കൾക്ക് ഈ സമ്മേളനങ്ങളെല്ലാം 1, 2, 3 എന്ന് നമ്പറിട്ട് 54 വരെ എഴുതിയിട്ട് ഇതെല്ലാം ഒരു ചെറിയ നോട്ടാക്കി വെച്ച് പഠിക്കണം. ഒരിക്കലും നിങ്ങൾ വിഷമിക്കരുത്. വളരെ ഭംഗിയായിട്ട് പഠിക്കണം. ഞാൻ ഒരു കൊച്ചു രഹസ്യം കൂടെ നിങ്ങളുടെ അടുത്ത് പറയാം. ബാക്കി ആരുടെ അടുത്തും പറഞ്ഞു കൊടുക്കരുത് ഈ രഹസ്യം. കാരണം ഇനി ഒരു 6 മാസത്തേക്ക് PSC പഠനമെന്ന് പറയുന്നത് ആലസ്യത്തിൽ ഉള്ളതാണ്. ആരും സീരിയസ് ആയിട്ട് പഠിക്കില്ല. അപ്പോൾ സീരിയസ് ആയിട്ട് പഠിക്കാതിരിക്കണമെങ്കിൽ പഠിച്ചതെല്ലാം മറന്നു പോകും. അതുകൊണ്ട് നമ്മുടെ ചാനൽ കാണുന്നവർ, നമ്മെ ഫോളോ ചെയ്യുന്നവർ, പുതിയൊരു പരീക്ഷ അടുത്ത മാസം നടക്കുന്നു എന്നുള്ള താല്പര്യത്തോടു കൂടി പഠിച്ചു തുടങ്ങണം. നിർത്തുന്നത് സർക്കാർ ഓഫീസിൽ ഒപ്പിട്ടാൽ മാത്രമേ നമ്മൾ ഈ പഠന പ്രവർത്തനങ്ങൾ നിർത്താവൂ. മറ്റൊന്ന്, നിങ്ങളിൽ ചില ആളുകൾക്ക് പറ്റാൻ ഒരു അബദ്ധം കൂടി പറഞ്ഞുകൊണ്ട് ക്ലാസ്സിലേക്ക് കിടക്കാം. എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ LDC പരീക്ഷ എഴുതി കഴിഞ്ഞാൽ ഉടൻ നിങ്ങൾ ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷയ്ക്ക് ചേരും. കാരണം അത് ഡിഗ്രി ഇല്ലാത്തവർ ഈ ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷയ്ക്ക് ചേർന്ന് ലാസ്റ്റ് ഗ്രേഡിൽ പഠിക്കുമ്പോൾ അവിടെ മലയാളം വേണ്ട, ഇംഗ്ലീഷ് വേണ്ട, വലുതായിട്ടൊന്നും സീരിയസ് ആയിട്ട് പഠിക്കില്ല. ലോകത്തിലെ വലുത് ഏത്, ചെറുത് ഏത്, ദേശീയ പതാകയുടെ നിറം ഏതൊക്കെയാണ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നേരത്തെ പഠിച്ചുകൊണ്ടുവന്ന ആ LDCയുടെ പഠനം മുടങ്ങുകയും പിന്നെ ഒരു പരീക്ഷയും നിങ്ങൾക്ക് എഴുതി ജയിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നിങ്ങൾ പോകും. എൻ്റെ സുഹൃത്തുക്കൾ, ഏത് പരീക്ഷയ്ക്ക് തയ്യാറെടുത്താലും എല്ലാ വിഷയങ്ങളും പഠിക്കണം. ഇവിടെ ഞങ്ങളിപ്പോൾ ഇംഗ്ലീഷ് ക്ലാസ് എല്ലാ ദിവസവും നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് വിഷയങ്ങളും ഞങ്ങൾ സ്ഥിരം പഠിപ്പിക്കുകയാണ്. അത് നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യണം. അപ്പോൾ 54 സമ്മേളനങ്ങളിൽ നമ്മൾ ഇതുവരെ തീർത്തിട്ടുള്ളത് എന്ന് പറയുന്നത് 10 സമ്മേളനങ്ങൾ തീർത്തിട്ടുണ്ട്. ഇനി 11ാമത്തെ സമ്മേളനത്തിലേക്ക് കടക്കുകയാണ്. ഡിയർ ഫ്രണ്ട്സ്, 11ാമത്തെ സമ്മേളനം നടന്നത് 1895-ലാണ്. 1895 ആ സമ്മേളനം നടന്നത് പൂനെയിലാണ്, അല്ലേ? പൂനെയിലാണ് ആ സമ്മേളനം നടന്നത്. അതിന് നേതൃത്വം കൊടുത്തത് സുരേന്ദ്രനാഥ ബാനർജിയാണ്. അപ്പോൾ എൻ്റെ അടുത്തിരിക്കുന്ന നമുക്ക് ഐശ്വര്യയെ തന്നെ പിടിക്കാം. 1895 നടന്ന പൂന സമ്മേളനത്തിൽ സുരേന്ദ്രനാഥ ബാനർജിയാണ് അധ്യക്ഷനായിരുന്നത്. അതുകൊണ്ട് ആ സമ്മേളനത്തെക്കുറിച്ച് നമ്മുടെ സുഹൃത്തുക്കൾക്കൊന്ന് വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുക. അല്പം സ്പീഡ് കുറച്ച് എഴുതിയെടുക്കാൻ കണക്കിന് പറഞ്ഞു കൊടുക്കുക. ശരി, ആയിക്കോട്ടെ. INC-യുടെ 11ാമത്തെ സമ്മേളനമാണ് 1895 പൂനെയിൽ വെച്ച് നടന്നത്. അതിന്റെ അധ്യക്ഷനായിരുന്നു സുരേന്ദ്രനാഥ ബാനർജി. നമ്മൾ പറയാൻ പോകുന്നത് സുരേന്ദ്രനാഥ ബാനർജിയെ കുറിച്ചാണ്. ശരി. ഇന്ത്യൻ ദേശീയതയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി സുരേന്ദ്രനാഥ ബാനർജിയാണ്. ഇന്ത്യൻ ദേശീയതയുടെ പിതാവ്. കൂടാതെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ വന്ധ്യ വയോധികൻ എന്നറിയപ്പെടുന്നതും സുരേന്ദ്രനാഥ ബാനർജിയാണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ വന്ധ്യ വയോധികൻ എന്നറിയപ്പെടുന്നതും സുരേന്ദ്രനാഥ ബാനർജിയാണ്. പ്രധാനമായിട്ടും ഇദ്ദേഹം രൂപീകരിച്ച ഒരു സംഘടനയാണ് 1876-ലെ ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ. 1876-ലാണ് ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ രൂപീകരിച്ചത്. സുരേന്ദ്രനാഥ ബാനർജിയും ആനന്ദ മോഹൻ ബോസുമാണ് രൂപീകരിച്ചത്. രണ്ട് വ്യക്തികൾ ഇതിൽ പങ്കാളികളായിരുന്നു. അപ്പൊ ഈ ഇന്ത്യൻ നാഷണൽ
അസോസിയേഷൻ പറയുമ്പോൾ ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്ന് പറയുന്ന സംഘടനയുണ്ട്. അത് 1884 ഏവോ ഹ്യൂമാണ് രൂപീകരിച്ചത്. ശരിയാണ്. അതാണ് പിന്നീട് എന്തായി മാറി? INC ആയിട്ട് മാറി. ശരി, ആയിക്കോട്ടെ. അടുത്തത് ഇനി ഇന്ത്യൻ ലിബറൽ ഫെഡറേഷൻ എന്ന സംഘടന രൂപീകരിച്ചതും സുരേന്ദ്രനാഥ ബാനർജിയാണ് 1919. അവിടെ ഒരു ചെറിയൊരു പ്രശ്നം. 1919 ഇന്ത്യൻ ലിബറൽ ഫെഡറേഷൻ അത് രൂപീകരിക്കാനുള്ള കാര്യം എന്താണെന്ന് അറിയാമോ? മൊണ്ടേഗോ ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരത്തെ കുറച്ച് ആളുകൾ എതിർക്കുകയും കുറച്ച് അനുകൂലിക്കുകയും ചെയ്തു. അനുകൂലിച്ചവരുടെ ഭാഗത്താണ് ആര് നിന്നത്? സുരേന്ദ്രനാഥ ബാനർജി നിന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസ്സുകാരുടെ ചെറിയ അഭിപ്രായ വ്യത്യാസം സുരേന്ദ്രനാഥ് ബാനർജിക്ക് ഉണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരൊരു ചെറിയൊരു രാഷ്ട്രീയ പ്രസ്ഥാനം രൂപീകരിച്ചു, അല്ലേ? അത് പറയും. അപ്പോൾ 1919 മൊണ്ടേഗോ ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരത്തെ അനുകൂലിച്ച വ്യക്തിയാണ് സുരേന്ദ്രനാഥ ബാനർജി എന്ന് പറയുന്നത്. ശരി. ഇനി ഇദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ പത്രമാണ് ബംഗാളി എന്നുള്ള പത്രം. ഇദ്ദേഹം ഒരു ബംഗാളി ആണല്ലേ? ശരിയാണ്. ഇനി ഇദ്ദേഹത്തിന്റെ ആത്മകഥയാണ് എ നേഷൻ ഇൻ മേക്കിംഗ്. എ നേഷൻ ഇൻ മേക്കിംഗ് എന്നുള്ളത് അദ്ദേഹത്തിന്റെ ആത്മകഥയാണ്. ചിലപ്പോൾ അത് തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കാം. ഏത് വിഭാഗത്തിൽപ്പെടുന്ന കൃതിയാണെന്ന് ചോദിക്കാം. ശരി, ആത്മകഥയാണ്. സംഭവിച്ചു. അടുത്തത്. ഇനി പത്രപ്രവർത്തനത്തിന്റെ പേരിൽ ഒരു വ്യക്തി ആദ്യമായിട്ട് അറസ്റ്റ് ചെയ്യപ്പെടുന്നത് ആരാണ്? സുരേന്ദ്രനാഥ ബാനർജിയാണ്. അത് ശരി, സുരേന്ദ്രനാഥ ബാനർജി. ശരി, അടുത്തത്. ഈ സുരേന്ദ്രനാഥ ബാനർജിയും ICS പരീക്ഷയും തമ്മിൽ എന്തൊക്കെയോ ബന്ധമുള്ളതായിട്ട് നമ്മൾ വായിച്ചിട്ടുണ്ട് ചെറുപ്പത്തിൽ. എന്താണത്? ഇന്ത്യൻ സിവിൽ സർവീസ് പരീക്ഷ ആദ്യം എഴുതിയ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? സുരേന്ദ്രനാഥ ബാനർജി. പക്ഷേ ഇദ്ദേഹം പ്രായത്തിന്റെ വ്യത്യാസം വെച്ചിട്ട് ഇദ്ദേഹം അയോഗ്യനാക്കപ്പെട്ടു ആദ്യത്തെ പ്രാവശ്യം. രണ്ടാമത്തെ പ്രാവശ്യം വീണ്ടും എഴുതി വിജയിച്ചു. അദ്ദേഹം മജിസ്ട്രേറ്റായി. പിന്നീട് അവിടെ നിന്നെല്ലാം അദ്ദേഹം പോവുകയാണ് ചെയ്തത്. അപ്പോൾ ICS പരീക്ഷ പാസ്സായ ആദ്യത്തെ വ്യക്തി ആരാണ്? സത്യേന്ദ്രനാഥ ടാഗോർ. ആദ്യം ഒഫീഷ്യലായിട്ട് പാസ്സായത് സത്യേന്ദ്രനാഥ ടാഗോറാണ്. ശരി, എന്നിട്ട് സുരേന്ദ്രനാഥ ബാനർജി ബാക്കിയുള്ള കാര്യങ്ങൾ. അതായത് ഇന്ത്യൻ സിവിൽ സർവീസ് പരീക്ഷ വിജയിച്ച ആദ്യ വ്യക്തി ചോദിച്ചാൽ സത്യേന്ദ്രനാഥ ടാഗോർ ആണ്. എന്നാൽ ഇതിനു മുന്നേ തന്നെ പ്രായത്തിന്റെ വ്യത്യാസം കൊണ്ട് ഇദ്ദേഹം അയോഗ്യനാക്കപ്പെട്ടു, സുരേന്ദ്രനാഥ ബാനർജി. അതെ, അപ്പൊ 2 പ്രാവശ്യം IAS പരീക്ഷ ജയിക്കുകയും ആ സ്ഥാനത്ത് നിന്ന് പുറത്താക്കപ്പെട്ട വ്യക്തിയാണ് ആര്? സുരേന്ദ്രനാഥ ബാനർജി. അത് ക്ലിയർ ആയി. അടുത്തത്. ഇനി ഇദ്ദേഹമാണ് ബംഗാൾ വിഭജനത്തെ കുറിച്ച് ഇദ്ദേഹം പറഞ്ഞ ഒരു കൊട്ടേഷനാണ് പറയുന്നത്. ഈ ബംഗാൾ വിഭജനം എന്ന് പറയുന്നത് ഹിന്ദു മുസ്ലിം ഐക്യത്തിലേക്ക് വീണ ബോംബ് ഷെല്ലാണെന്നാണ് പറഞ്ഞത്. അതെ, ഒരു ബോംബ് ഷെല്ല് പോലെയാണ് ഈ ബംഗാൾ വിഭജനം. ഹിന്ദു മുസ്ലിം ഐക്യത്തിനെതിരായിട്ട്, അല്ലേ? അത് മാത്രമല്ല, ബംഗാൾ വിഭജനത്തിനെതിരായിട്ട് ശക്തിയായി പോരാടിയ വ്യക്തി ആരാണ്? സുരേന്ദ്രനാഥ ബാനർജിയാണ്. പിൻകാലത്ത് അദ്ദേഹം കോൺഗ്രസുമായിട്ടൊക്കെ തെറ്റിയൊക്കെ പോയി. അതൊക്കെ ചരിത്രം, അത് നമുക്ക് ആവശ്യമില്ല. എന്തായാലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 10ാമത്തെ സമ്മേളനം നമ്മൾ കഴിഞ്ഞതിനെ പറഞ്ഞു. 11ാമത്തെ സമ്മേളനത്തെക്കുറിച്ചാണ് ഇപ്പോൾ സംസാരിച്ചത്. ശരിയല്ലേ? ശരി. ഇനി ഇദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു 11ാമത്തെ സമ്മേളനം 1895 പൂനെയിൽ വെച്ചാണ് സുരേന്ദ്രനാഥ ബാനർജി അധ്യക്ഷൻ. ഇദ്ദേഹം INCയുടെ 2 തവണ അധ്യക്ഷനായിട്ടുണ്ട്. ഒന്ന് 1795 പൂനെയിൽ, രണ്ടാമത്തേത് 1902 അഹമ്മദാബാദ്. ശരിയാണ്. ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനവും പൂനെയും തമ്മിലൊരു ബന്ധമുണ്ട്. എന്താണ്? INC രൂപീകരിക്കാൻ ആദ്യം തീരുമാനിച്ചത് എവിടെ വെച്ചിട്ടാണ്? പൂനെ വെച്ചിട്ടാണ്. അപ്പൊ അവിടെ നിന്ന് എന്തുകൊണ്ടാണ് ബോംബെയിലേക്ക് മാറ്റിയത്? പ്ലേഗ് കാരണം പൂനെയിൽ നിന്ന് പിന്നീട് ബോംബെയിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. ശരി, അപ്പൊ 11ാമത്തെ സമ്മേളനം കഴിഞ്ഞു. ശരിയാണ്. ഡെക്കാന്റെ റാണി എന്നറിയപ്പെടുന്നത് പൂനെയാണ്. അത് ശരി. അങ്ങനെയാണെങ്കിൽ പൂനെ സാർവജനിക് സഭ രൂപീകരിച്ച വ്യക്തിയാണ് MG റാനഡെ. മഹാദേവ ഗോവിന്ദ് റാനഡെ. ശരി, അപ്പൊ നമുക്ക് 12ാമത്തെ സമ്മേളനത്തിൽ തുടങ്ങാം. 54 മൊത്തം 54/12. 12ാമത്തെ സമ്മേളനം നടന്നത് 1896 കൊൽക്കത്തയിലാണ്. റഹ്മത്ത് സയാനി ആയിരുന്നു അധ്യക്ഷൻ. 1896. ആരാണ് അതിനെക്കുറിച്ച്, ആ സമ്മേളനത്തെക്കുറിച്ച് പറയാൻ പോകുന്നത്? ശരി, പറഞ്ഞു. അപ്പോൾ INCയുടെ 12ാമത്തെ സമ്മേളനമാണ് പറയുന്നത്. 12ാമത്തെ സമ്മേളനം നടന്ന വർഷം 1896. സ്ഥലം ചോദിച്ചാൽ കൽക്കട്ട. വ്യക്തി അല്ലെങ്കിൽ INC പ്രസിഡന്റ് ആയിരുന്നത് റഹ്മത്തുള്ള സയാനി. അപ്പോൾ INC പ്രസിഡന്റ് ആവുന്ന 2ാമത്തെ മുസ്ലിം പ്രസിഡന്റ് ആണ് ആരെന്ന് പറയുന്നത്? റഹ്മത്തുള്ള സയാനി. ആദ്യത്തേത് 3ാമത്തെ സമ്മേളനത്തിൽ ബദറുദ്ദീൻ തിയാബ്ജി. മദ്രാസ് സമ്മേളനം. ശരിയാണ്. അപ്പോൾ 2ാമത്തെ മുസ്ലിം പ്രസിഡന്റ് ആണ് റഹ്മത്തുള്ള സയാനി എന്ന് പറയുന്നത്. ഇനി ഈ സമ്മേളനത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വന്ദേ മാതരം ആദ്യമായി ആലപിക്കപ്പെട്ട സമ്മേളനമാണ് 1896 കൽക്കട്ട സമ്മേളനം. വന്ദേ മാതരം എഴുതിയതാരാ? ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഏത് ഭാഷയിലാ? ബംഗാളി ഭാഷയിൽ. ഈ വന്ദേ മാതരം എന്ന ആ മാതാവിനെ സ്തുതിച്ചുകൊണ്ടുള്ള
പിന്നീട് ഗാനം വ്യക്തി ഭവാനന്ദനാണ്. ഭവാനന്ദൻ ഏത് നോവലിൽ നിന്ന് എടുത്തതാണ്? ആനന്ദമഠം എന്ന നോവലിൽ നിന്ന്, ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന നോവലിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് വന്ദേ മാതരം. ഇനി മാതാവിനെ സ്തുതിച്ചുകൊണ്ട് പാടുന്ന വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ ഭവാനന്ദൻ. കഥയിലെ ഭവാനന്ദൻ അല്ല, കഥാപാത്രമാണ് ഭവാനന്ദൻ. അങ്ങനെയാണെങ്കിലേ ഈ ആനന്ദമഠം എഴുതിയത് ഒരു എന്തിന്റെ പശ്ചാത്തലത്തിലാണ്? സന്യാസി ഫക്കീർ കലാപത്തിന്റെ പശ്ചാത്തലത്തിലാണ് ആനന്ദമഠം എന്ന നോവല് ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതുന്നത്. അപ്പോൾ സന്യാസി ഫക്കീർ കലാപം നടന്ന കാലഘട്ടം എന്ന് പറയുന്നത് 1763 മുതൽ 1800 വരെയാണ് സന്യാസി ഫക്കീർ കലാപത്തിന്റെ കാലഘട്ടം. സന്യാസി ഫക്കീർ കലാപം ബ്രിട്ടീഷുകാർക്കെതിരായി അല്ലെ? ബ്രിട്ടീഷുകാർക്കെതിരായ കലാപമായിരുന്നു സന്യാസി ഫക്കീർ കലാപം. ശരി, ബംഗാളിലാണ് എഴുതിയത്. അപ്പോൾ കൊൽക്കത്തയിലാണ് ഈ 1896 സമ്മേളനം നടന്നത്. ഈ 1896 എന്നുള്ള വർഷം കേരള ചരിത്രമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? എന്താണ്? 1896 സെപ്റ്റംബർ 3 കേരളത്തിലെ ഈഴവ മെമ്മോറിയൽ സംഭവം നടക്കുന്നത്. ഈഴവ മെമ്മോറിയൽ എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? ഒരു നിവേദനമാണ് അല്ലേ? അപ്പൊ ഈഴവ മെമ്മോറിയൽ ആർക്കാണ് സമർപ്പിച്ചത്? ഒരു നിവേദനം മെമ്മോറാണ്ടം ശ്രീമൂലം തിരുനാളിനാണ് സമർപ്പിച്ചത്. ഈഴവ മെമ്മോറിയലിന്റെ നേതൃത്വം കൊടുത്തത് ആരാണ്? ഡോക്ടർ പി പൽപ്പു ആണ്. പൽപ്പുവിനെ കുറിച്ച് 2 വാക്ക് സംസാരിച്ചിട്ട് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. ഈഴവരുടെ രാഷ്ട്രീയ ഗുരു എന്ന് ഡോക്ടർ പൽപ്പുവിനെ വിശേഷിപ്പിച്ചത് റിട്ടി ലൂക്കോസ് ആണ്. ശരി. SNDPയുടെ ആദ്യത്തെ വൈസ് പ്രസിഡന്റ് 1903 മെയ് 15 രൂപീകരിച്ച SNDPയുടെ ആദ്യത്തെ വൈസ് പ്രസിഡന്റ് ആണ് ഡോക്ടർ പി പൽപ്പു എന്ന് പറയുന്നത്. ഇനിയിപ്പോ നമ്മൾ പറഞ്ഞത് ഈഴവ മെമ്മോറിയലിന് നേതൃത്വം കൊടുത്ത വ്യക്തി ചോദിച്ചാലും ഡോക്ടർ പി പൽപ്പു. ആ പിയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് പത്മനാഭൻ പൽപ്പു. ഈ പത്മനാഭൻ PSC പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? ഒരു പരീക്ഷയ്ക്ക് ഈ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ പരീക്ഷയ്ക്കാണ് ചോദിച്ചത്. പിയുടെ ഫുൾ ഫോം ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹം തിരുവനന്തപുരത്തെ പേട്ടയിലാണ് ജനിച്ചത് അല്ലേ? പേട്ടയിലാണ് ജനിച്ചത്. അദ്ദേഹത്തിന്റെ പ്രശസ്തനായ ഒരു മകനുണ്ട്. നടരാജഗുരു. ആരാണ്? നടരാജഗുരു. അത് നമ്മൾ നേരത്തെയൊക്കെ പരാമർശിച്ചിട്ടുള്ളതാണ്. ഇനി ഞാൻ ചോദിക്കുന്നത്, ഈ കൊൽക്കത്തയിലാണ് 1896 ഈ സമ്മേളനം നടന്നത്. റഹ്മത്തുള്ള സയാനി അധ്യക്ഷനായി, സമ്മതിച്ചു. ഇന്ത്യൻ വിപ്ലവത്തിന്റെ നഴ്സറി ഏതാണ്? ബംഗാളാണ്. കൊൽക്കത്ത ഏത് നദിയുടെ തീരത്താണ്? ഹൂഗ്ലി നദിയുടെ തീരത്താണ് കൊൽക്കത്ത. അങ്ങനെയാണെങ്കിൽ കൊൽക്കത്തയിലെ സെക്രട്ടേറിയറ്റിന്റെ പേരെന്താണ്? റൈറ്റേഴ്സ് ബിൽഡിംഗ്. എന്താണ് പേര്? റൈറ്റേഴ്സ് ബിൽഡിംഗ്. ഈ പശ്ചിമ ബംഗാളിലാണോ ഈ നക്സൽ ബാരി എന്നുള്ള സ്ഥലം? പശ്ചിമ ബംഗാളിലാണ് നക്സൽ ബാരി എന്ന് പറയുന്ന സ്ഥലം. പശ്ചിമ ബംഗാളിലാണോ തേഭാഗ സമരം നടന്നത്? തേഭാഗ സമരം നടന്നതും പശ്ചിമ ബംഗാളിലാണ്. 1757 ജൂൺ 23 പ്ലാസി യുദ്ധം നടന്ന പ്ലാസി എവിടെയാണ്? പശ്ചിമ ബംഗാളിലാണ്. അപ്പൊ ഇന്ത്യൻ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ഇത് ബംഗാൾ എന്നുള്ളതിൽ സംശയമില്ല. അങ്ങനെ 1896 കൊൽക്കത്ത സമ്മേളനത്തിലെ റഹ്മത്തുള്ള സയാനി അധ്യക്ഷനായതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പിന്നീട് വന്ദേ മാതരം ആദ്യമായിട്ട് ആലപിച്ച സമ്മേളനമാണ് ഏത്? 1896 ആലപിച്ച വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ രവീന്ദ്രനാഥ ടാഗോറാണ്. എന്ത് ഭാഷയിലാണ് ഇത് എഴുതിയതെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു? ബംഗാളി ഭാഷയിലാണ് ഇത് എഴുതിയതെന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ 12ാമത്തെ സമ്മേളനത്തിൽ എത്തി. ഇനി 54/13, അതായത് മൊത്തം 54 സമ്മേളനം, അതിൽ 13 നിങ്ങൾ അങ്ങനെ തന്നെ പഠിക്കണം. 54/13 1897 ആ സമ്മേളനം നടന്ന അമരാവതി സമ്മേളനമാണ് അല്ലേ? അപ്പോൾ അമരാവതി സമ്മേളനത്തെ കുറിച്ച് അഖില തന്നെ സംസാരിക്കട്ടെ. എല്ലാവർക്കും സംസാരിക്കാം, ഇതിനിടയിൽ കൂടെ സംസാരിക്കാം. ഓക്കെ. 1897 നടന്ന 13ാമത്തെ സെക്ഷൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 13ാമത്തെ സെക്ഷൻ നടന്നത് അമരാവതിയിൽ വെച്ചിട്ടാണ്. അമരാവതി മഹാരാഷ്ട്രയിലാണ്. ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ നാളിതുവരെ INC പ്രസിഡന്റായ ഒരു മലയാളി വന്നത് 1897 അമരാവതി സെഷനിലാണ്. ചേറ്റൂർ ശങ്കരൻ നായർ, C ശങ്കരൻ നായർ. അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലെ മെമ്പർ ആയിരുന്നു ചേറ്റൂർ ശങ്കരൻ നായർ. അദ്ദേഹം അതിൽ നിന്ന് അംഗത്വം രാജിവെക്കാൻ ഇടയാക്കിയ സംഭവം ഏതാന്ന് വെച്ചാൽ ജാലിയൻ വാലാബാഗാണ്. 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ചേറ്റൂർ ശങ്കരൻ നായർ വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്ന് രാജിവെച്ചത്. അപ്പോൾ ജാലിയൻ വാലാബാഗിനെ തുടർന്ന് ഇതുപോലെ കുറച്ച് പദവികളൊക്കെ ഉപേക്ഷിച്ചവരെ കുറിച്ച് പറയുമ്പോൾ സർ പദവി രവീന്ദ്രനാഥ ടാഗോർ ഉപേക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ കൈസറി ഹിന്ദ് പദവി ഗാന്ധിജി ഉപേക്ഷിച്ചിട്ടുണ്ട്. ജാലിയൻ വാലാബാഗ് ബന്ധപ്പെട്ടിട്ട്.
ഇദ്ദേഹം ഒരു മജിസ്ട്രേറ്റ് ആയിരുന്നു. സി ശങ്കരൻ നായർ ഒരു മജിസ്ട്രേറ്റ് ആയിരുന്നു. ശരിയാണ്. അടുത്തത് ഇദ്ദേഹത്തിന്റെ പ്രധാന പുസ്തകമാണ് ഗാന്ധിജിയും അരാജകത്വവും. ഗാന്ധിജിയുടെ നയങ്ങൾക്കെതിരെ പൊതുവെ എതിർത്തു. ഗാന്ധിജിയുടെ നയങ്ങളോട് എതിർപ്പ് രേഖപ്പെടുത്തിയ വ്യക്തിയാണ് ആര്? സി ശങ്കരൻ നായർ. മലയാളിയായ അതിൻ്റെതായ ക്വാളിറ്റിയൊക്കെ കാണിക്കും. ശരിയല്ലേ? അപ്പം ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ പറഞ്ഞത് കോൺഗ്രസിൻ്റെ സമ്മേളനം സ്വാതന്ത്ര്യത്തിന് മുമ്പ് 54 പ്രാവശ്യം നടന്നിട്ടുണ്ട്. ആ 54 പ്രാവശ്യം നടന്നതിൽ ഒരേ ഒരു മലയാളി മാത്രമേ INCയുടെ പ്രസിഡന്റ് ആയിട്ടുള്ളൂ. അതാരാണ്? സി ശങ്കരൻ നായർ. ഈ സി എന്തെന്നാണ്? ചേറ്റൂർ ശങ്കരൻ നായർ. ഗാന്ധിജിയും അനാർക്കിസവും എന്ന പുസ്തകം എഴുതിയതാരാണ്? സി ശങ്കരൻ നായരാണ്. 1897 അമരാവതി കോൺഗ്രസ്. എന്തെങ്കിലും ഇനി നിങ്ങൾക്ക് അതിനകത്ത് കൂട്ടിച്ചേർക്കാനുണ്ടോ? നിങ്ങൾക്ക് രണ്ടുപേർക്കും ആർക്കും കൂട്ടിച്ചേർക്കാം. ഒരാൾ സംസാരിച്ച് നമുക്ക് കൂട്ടിച്ചേർക്കാം. സി ശങ്കരൻ നായർ ഞാനൊന്ന് കൂട്ടിച്ചേർക്കട്ടോ. അഖില സംസാരിച്ചപ്പോൾ പറഞ്ഞ് നാളിതുവരെയുള്ള കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ഒരാൾ മാത്രമേ മലയാളി INC പ്രസിഡന്റ് ആയിട്ടുള്ളൂ. പക്ഷെ മറ്റൊരാൾ INC പ്രസിഡന്റ് ആവാൻ ഒരു ശ്രമം നടത്തി. ഒരു മലയാളി. ആരാണ്? ശശി തരൂർ. ആ ശശി തരൂർ INC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചു അല്ലേ? എതിർ സ്ഥാനാർത്ഥി ആരായിരുന്നു? മല്ലികാർജുന ഖാർഗെ. കർണാടകക്കാരനാണ്. അപ്പൊ അതിൽ ആര് ജയിച്ചു? മല്ലികാർജുന ഖാർഗെ ജയിച്ചു. ഇപ്പൊ INCയുടെ പ്രസിഡന്റ് ആരാണ്? മല്ലികാർജുന ഖാർഗെ. അതുപോലെ തന്നെ രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് ആരാണ്? മല്ലികാർജുന ഖാർഗെ. അത് നമുക്കൊന്ന് സന്ദർഭവശാൽ നമ്മളൊന്ന് മനസ്സിലാക്കിയത് നല്ലതാണ്. അപ്പോൾ അമരാവതി കോൺഗ്രസ് ആണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ 54/13 നമ്മൾ സംസാരിച്ചു. ഇനി 54/14 1898 മദ്രാസ് കോൺഗ്രസ് ആണ് നമ്മൾ സംസാരിക്കേണ്ടത്. ആനന്ദമോഹൻ ബോസാണ് അതിൻ്റെ അധ്യക്ഷനായിരുന്നത്. 1898. ശരി, ആ സമ്മേളനത്തെ കുറിച്ച് ആരാണ് സംസാരിക്കുന്നത്? ഐശ്വര്യയാണ് സംസാരിക്കാൻ പോകുന്നത്. സംസാരിക്കും ഐശ്വര്യ. 1898 മദ്രാസിൽ വെച്ചിട്ടാണ് INC സമ്മേളനം നടന്നത്. അതിന്റെ അധ്യക്ഷനാണ് ആനന്ദമോഹൻ ബോസ്. ശരി, നമ്മൾ നേരത്തെ സുരേന്ദ്രനാഥ ബാനർജി പറഞ്ഞപ്പോൾ ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ രൂപീകരിച്ചതിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ആനന്ദമോഹൻ ബോസ്. അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നു അല്ലേ? രണ്ടുപേരുണ്ടായിരുന്നു. ശരിയാണ്. ഇനി ഇദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ബ്രഹ്മസമാജം നമുക്കറിയാം. രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ചതാണ് ബ്രഹ്മസമാജം 1828. ഈ ബ്രഹ്മസമാജം പിന്നീട് രണ്ടായിട്ട് പിരിയുകയുണ്ടായി. അതിൽ ഒരു ഭാഗത്ത് പ്രവർത്തിച്ച വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? ആനന്ദമോഹൻ ബോസ്. അതായത് ഇദ്ദേഹം ബ്രഹ്മസമാജവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ പെട്ടെന്നൊന്ന് ബ്രഹ്മസമാജം കൂടെ ഒന്ന് ചേർത്ത് രാജാറാം മോഹൻ റോയെ കുറിച്ചുകൂടെ 2 വാക്ക് സംസാരിക്കുന്നത് നല്ലതാണ് അല്ലേ? ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് അല്ലെങ്കിൽ ആധുനിക ഭാരതത്തിലെ നവോത്ഥാന നായകൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. അദ്ദേഹത്തിന്റെ ഒരു സംഘടനയാണ് നമ്മൾ പറഞ്ഞത് ബ്രഹ്മസമാജം. അത് 1828 രൂപീകരിച്ചത്. മറ്റൊരു സംഘടനയാണ് ആത്മീയ സഭ. രൂപീകരിച്ച വർഷം 1815. ഒരു വേദാന്ത കോളേജ് സ്ഥാപിച്ചു 1825 കൊൽക്കത്തയിൽ വേദാന്ത കോളേജ് സ്ഥാപിച്ചതും രാജാറാം മോഹൻ റോയ് ആണ്. ഈ സതി സമ്പ്രദായം നിർത്തലാക്കിയത് ഇദ്ദേഹമാണോ? അത് സതി നിർത്തലാക്കാൻ സഹായിച്ചു. വില്യം ബെന്റിക്കിനെ സഹായിച്ചു. റെഗുലേഷൻ ഏതായിരുന്നു? റെഗുലേഷൻ 17 ആണ് സതി നിർത്തലാക്കിയത് അറിയപ്പെടുന്നത്. റെഗുലേഷൻ 17 ആണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ശരി, റെഗുലേഷൻ 17 എന്നറിയപ്പെടുന്നു. അപ്പോ സതി നിർത്തലാക്കിയ വർഷം ദിവസം 1829 ഡിസംബർ 4 ഡിസംബർ 4. ആ ഡിസംബർ 4 ഇല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടൂല അല്ലേ? ശരി, ഈ ബ്രഹ്മസമാജത്തിന്റെ ഒരു ശാഖ കോഴിക്കോട് ആരംഭിച്ചു. ഓർമ്മയുണ്ടോ? ആരാണത്? അയ്യത്താൻ ഗോപാലനാണ്. ദാസർജി എന്ന് വിളിക്കുന്ന അയ്യത്താൻ ഗോപാലനാണ് കോഴിക്കോട് സ്ഥാപിച്ചത്. അപ്പോൾ കേരളത്തിലെ രാജാറാം മോഹൻ റോയ് എന്ന് വേണമെങ്കിൽ ആരെ വിളിക്കാം? നമുക്ക് അയ്യത്താൻ ഗോപാലിനെ വിളിക്കാം. ശരിയല്ലേ? അപ്പോൾ 1898 മദ്രാസ് INCയുടെ സമ്മേളനം ആനന്ദമോഹൻ ബോസാണ് അതിൻ്റെ അധ്യക്ഷനായിരുന്നു, പ്രസിഡൻ്റായിരുന്നു. അപ്പോൾ നമുക്കിനി 15ാമത്തെ സമ്മേളനത്തിലേക്ക് പോകാം. INCയുടെ 15ാമത്തെ സമ്മേളനം, അതായത് 54 15ാമത്തെ സമ്മേളനത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. 15ാമത്തെ സമ്മേളനം നടന്നത് 1899 ലക്നൌവിലാണ് ആ സമ്മേളനം നടന്നത്. ലക്നൗ RC ദത്താണ് അതിന് നേതൃത്വം കൊടുത്തത്. അതുകൊണ്ട് 15ാം സമ്മേളനത്തെക്കുറിച്ച് 1899 ആ സമ്മേളനത്തെക്കുറിച്ച് രാധിക സംസാരിക്കും. ശരിയല്ലേ? രാധിക സംസാരിക്കുമ്പോൾ നമുക്ക് കൂടാം. എന്താ? ഓക്കെ, ഇപ്പോൾ INCയുടെ 15ാമത്തെ സമ്മേളനമാണ് പറയുന്നത്. 15ാമത്തെ സമ്മേളനം 1899 ലക്നൌവിലാണ് നടന്നത്. RC ദത്ത് ആയിരുന്നു അതിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. ഇനി ലക്നൗ എന്ന് പറയുന്ന പട്ടണം ഗോമതി നദിയുടെ തീരത്തുള്ള പട്ടണമാണ്. ഉത്തർപ്രദേശിന്റെ തലസ്ഥാനവുമാണ് ലക്നൗ എന്ന് പറയുന്നത്. ഇനി RC ദത്തിന്റെ പ്രശസ്തമായ ഒരു പുസ്തകമാണ് ദ എക്കണോമിക് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ. പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ദ എക്കണോമിക് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എഴുതിയതാരാണ്? RC ദത്താണ്. RC ദത്ത്. ഒന്നുകൂടെ പറഞ്ഞു കൊടുക്കും ആ പുസ്തകം. അവിടെ എഴുതിയെടുക്കാൻ ആരാ ഉള്ളത്? എല്ലാവരും എഴുതിയെടുക്കുന്നുണ്ടോ? എല്ലാവരും സജീവമായിട്ട് നോക്കുന്നുണ്ടോ? ശരി, പറയൂ.
അപ്പോൾ R.C. ദത്തിന്റെ പ്രശസ്തമായ പുസ്തകമാണ് പറഞ്ഞത് ദ ഇക്കണോമിക് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ. ശരി, അങ്ങനെയാണെങ്കിലേ എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട 1-2 ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാം. എക്കണോമിക്സ് എന്നുള്ള വാക്ക് വൈക്കണോമിയ, അത് ഗ്രീക്ക് പദമാണ്. ഹൗസ് ഹോൾഡ് മാനേജ്മെന്റ് എന്നാണ് ആ പദത്തിന്റെ അർത്ഥം തന്നെ. ഇനി ലോകത്ത് പറയുകയാണെങ്കിൽ മോഡേൺ എക്കണോമിക്സിന്റെ പിതാവ് എന്ന് പറഞ്ഞ ആരെയാണ്? ആഡം സ്മിത്ത് ആണ്, ബ്രിട്ടീഷുകാരനാണ്. അദ്ദേഹത്തിന്റെ പുസ്തകം ഏതാണ്? വെൽത്ത് ഓഫ് നേഷൻസ്, ആൻ എൻക്വയറി ഇൻ ടു ദ നേച്ചർ ആൻഡ് കാസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻസ് അദ്ദേഹത്തിന്റെ പുസ്തകമാണ്. അടുത്ത എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട് 1-2 കാര്യം ചോദിക്കുകയാണ്. ഈ ക്ലാസിക്കൽ എക്കണോമിസ്റ്റുകളുണ്ട്, ആഡം സ്മിത്ത്, റിക്കാർഡോ തുടങ്ങിയവരൊക്കെ ക്ലാസിക്കൽ എക്കണോമിസ്റ്റാണ്. ഈ ക്ലാസിക്കൽ എക്കണോമിസ്റ്റുകൾ പറഞ്ഞതാണ് സെയ്സ് ലോ ഓഫ് മാർക്കറ്റ്സ്, JB സേ. എന്താണ് ഈ സെയ്സ് ലോ ഓഫ് മാർക്കറ്റ്സ്? സപ്ലൈ ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ് എന്നുള്ളതാണ് സെയ്സ് ലോ ഓഫ് മാർക്കറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ എന്ത് ഉൽപ്പാദിപ്പിച്ചാലും ആളുകൾ വാങ്ങിക്കൊള്ളും, അത് ഗവൺമെൻറ് ഒന്നും ഇടപെടാൻ ആവശ്യമില്ല. ഈ ലെയ്സേ ഫെയർ സിദ്ധാന്തത്താണ് യഥേച്ഛകാരിക സിദ്ധാന്തം. മുതലാളി തൊഴിലാളി ബന്ധങ്ങളിൽ ഗവൺമെൻറ് ഇടപെടാൻ പാടില്ല എന്ന് അനുശാസിക്കുന്നതാണ് ലെയ്സേ ഫെയർ നിയമം. അതായത് ലീവ് ദ എക്കോണമി ആസ് ഇറ്റ് ഈസ്, നോ റെസ്ട്രിക്ഷൻ നോ കൺട്രോൾ, അല്ലേ? അങ്ങനെ അതാണ് ലെയ്സേ ഫെയർ സിദ്ധാന്തം. അതൊക്കെ ഈ ക്ലാസിക്കൽ എക്കണോമിക്സിൻ്റെ തത്വശാസ്ത്രങ്ങളാണെന്ന് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്, ഇല്ലേ? ഇനി ഇന്ത്യൻ എക്കണോമിക്സിനെ കുറിച്ച് നമുക്ക് എന്തൊക്കെ പറയാനുണ്ടല്ലോ. എന്താണ് ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവെന്ന് അറിയപ്പെടുന്നത് ദാദാഭായ് നവറോജിയാണ്. ശരി. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ദാദാഭായ് നവറോജി, ദ ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ. കോൺഗ്രസ് എന്ന് പേര് കൊടുത്ത ആളുമാര് തന്നെയാണ് ദാദാഭായ് നവറോജിയാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിന്റെ പിതാവാണ് നിങ്ങൾ ഈ പറഞ്ഞത്, അല്ലേ? ഇന്ത്യൻ വെറും ആസൂത്രണത്തിന്റെ പിതാവാണെങ്കിലോ എം വിശ്വേശ്വരയ്യ. ആരാണ്? എം വിശ്വേശ്വരയ്യ. മറ്റൊരു കാര്യം കൂടി ഇവിടെ സന്ദർഭവശാൽ പറയാനുള്ളത്, ഒരു എക്കണോമിസ്റ്റിൻ്റെ അടുത്ത് ചോദിച്ചു പണം എന്താണ്, അപ്പോൾ അയാൾ പറഞ്ഞു മണി ഈസ് വാട്ട് മണി ഡസ്. അത് പറഞ്ഞത് ആരാണ്? പ്രൊഫസർ വാൾക്കർ. ആരാണ്? പ്രൊഫസർ വാൾക്കർ, WALKER, വാൾക്കർ ആണത് പറഞ്ഞതെന്ന് ഓർമ്മിച്ച് വെച്ചേക്കുക. 1899 ലക്നൗ സമ്മേളനം, R.C. ദത്ത്. ശരി, ലക്നൗ കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് ഇന്ന് ഈ ഒരു പരീക്ഷ നടന്നു, അല്ലേ? അന്ന് പരീക്ഷ നടന്നതിൻ്റെ അടുത്താണ് നമ്മൾ ഇരിക്കുന്നത് തന്നെ. പരീക്ഷ നടന്ന ദിവസമാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്, ലാബ് അസിസ്റ്റൻറ്റിൻ്റെ പരീക്ഷ. അതിൽ ഈ കോൺഗ്രസ് സമ്മേളനങ്ങൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ 1857 വിപ്ലവം നയിച്ച പ്രദേശങ്ങളും നേതാക്കന്മാരെയും കുറിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. സത്യത്തിൽ നമുക്ക് അറിഞ്ഞൂടാത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു. ഞാൻ പറഞ്ഞത് അതൊക്കെ വീണ്ടും ഒന്ന് ആവർത്തിച്ച് പറയുന്നത് നല്ലതായിരിക്കും. പറയൂ, ഇന്ത്യൻ നാഷണൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം വ്യാപിച്ചത് എവിടെയാണ്? മൊത്തത്തിൽ ഉത്തരേന്ത്യ, പഞ്ചാബിലില്ല. 1. 2, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ ബ്രിട്ടീഷുകാർക്ക് എത്ര പ്രൊവിൻസ് ഉണ്ടായിരുന്നു? 11 പ്രവിശ്യകളാണ് ഉണ്ടായിരുന്നത്. ആ 11 പ്രവിശ്യയിലായിട്ട് ഇന്ത്യയുടെ മൊത്തം എത്ര ശതമാനം സ്ഥലം അവരുടെ കയ്യിലുണ്ടായിരുന്നു? 63% സ്ഥലം അവരുടെ കയ്യിലുണ്ടായിരുന്നു. ഇന്ത്യയുടെ ഒരു വലിയ രാജ്യമാണ്, ലോകത്തിലെ 7ാമത്തെ വലിയ രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയുടെ ഭൂവിസ്തൃതി 32,87,263 സ്ക്വയർ കിലോമീറ്ററാണ്. ശരിയല്ലേ? ലോകത്തിൻ്റെ 2.4% നമുക്ക് അവകാശപ്പെട്ടതാണ്. അല്ലെങ്കിൽ 3.28 മില്യൺ സ്ക്വയർ കിലോമീറ്ററാണ് ഇന്ത്യയുടെ ഭൂവിസ്തൃതി. ഇതിൽ ഏകദേശം 63% ബ്രിട്ടീഷുകാരുടെ കയ്യിലായിരുന്നു. അങ്ങനെയാണെങ്കിൽ ബ്രിട്ടീഷുകാർക്ക് എത്ര പ്രോവിൻസ് ഉണ്ടായിരുന്നു? 11 പ്രവിശ്യകൾ ഉണ്ടായിരുന്നു. ഈ പ്രവിശ്യയിൽ ഡൊമിനിയൻ സ്റ്റാറ്റസ് തന്നിട്ടുണ്ടായിരുന്നു. എനിക്കൊരു സംശയം, എന്താണ് ഈ ഡൊമിനിയൻ സ്റ്റാറ്റസ് എന്ന് പറയുന്നതും കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്? ഡൊമിനിയൻ സ്റ്റാറ്റസിൻ്റെ മലയാളം ഞാൻ പറയാം, സ്വയംഭരണ അവകാശമുള്ള അവസ്ഥ, അതാണ് ഡൊമിനിയൻ സ്റ്റാറ്റസ്. എന്താ നമുക്ക് ആവശ്യം? ഡൊമിനിയൻ സ്റ്റാറ്റസ് ആണോ കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് ആണോ? ഇത് രണ്ടും രണ്ടാണോ? പറയൂ ഐശ്വര്യ, നോക്കട്ടെ. ഡൊമിനിയൻ സ്റ്റാറ്റസ് എന്ന് പറയുമ്പോൾ മലയാളം പറയുന്നത് സ്വയംഭരണാധികാരം, അതായത് ബ്രിട്ടന്റെ കീഴിൽ നമ്മൾ സ്വയംഭരണം നടത്തുന്നതാണ് ഡൊമിനിയൻ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. അത് നമുക്ക് വേണ്ട, നമുക്ക് കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് വേണം. നമുക്ക് പൂർണ്ണ സ്വരാജാണ് വേണ്ടത്, കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ്, പൂർണ്ണ സ്വാതന്ത്ര്യം, ആരുടെയും കീഴിൽ നിൽക്കാതെ സ്വതന്ത്രമായി നിൽക്കുന്ന ഒരു രാജ്യം. അങ്ങനെയാണെങ്കിൽ ഞാൻ IAS ചോദിച്ചൊരു ക്വസ്റ്റ്യൻ നിങ്ങളടുത്ത് ചോദിക്കുകയാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് IAS ക്വസ്റ്റ്യൻ പറയാറുണ്ട്. പിന്നെ ഈ പ്രവിശ്യകളിൽ ഡൊമിനിയൻ സ്റ്റാറ്റസ് ഉണ്ടായിരുന്നു, കറക്റ്റാണല്ലോ? ഈ 11 പ്രവിശ്യകളിലും ഡൊമിനിയൻ സ്റ്റാറ്റസ് ഉണ്ടായിരുന്നു. ഈ ഡൊമിനിയൻ സ്റ്റാറ്റസിന് പകരം 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്നറിയപ്പെടുന്നതാണ് മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം. ആ മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം അനുസരിച്ച് ഡൊമിനിയൻ സ്റ്റാറ്റസിന് പകരം എന്താണ് ഏർപ്പെടുത്തിയത്? ദ്വിഭരണ ഡയാർക്കി.
IAS ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ഡയാർക്കി ഏർപ്പെടുത്തി. പ്രധാനപ്പെട്ട വകുപ്പുകളെല്ലാം സംവരണം ചെയ്ത് ബ്രിട്ടീഷുകാരും എടുത്തു. അപ്രധാനപ്പെട്ട വകുപ്പുകളെല്ലാം ഇന്ത്യക്കാർക്ക് കിട്ടി. ശരിയല്ലേ? ശരി, നമുക്കത് ഈ റിസർവ് ആൻഡ് ട്രാൻസ്ഫേർഡ് സബ്ജക്റ്റ് നമുക്ക് അവിടെ എത്തുമ്പോഴത്തേക്ക് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാം. എന്താ ഡയാർക്കിയെ കുറിച്ച് പഠിച്ച കമ്മിറ്റിയാണ് മുദിമാൻ കമ്മിറ്റി. IASന്റെ ക്വസ്റ്റ്യനാണ് ഈ വിളിച്ച് പറയണത്. അതായത് ഡയാർക്കിയെ കുറിച്ച് പഠിക്കാനൊരു കമ്മിറ്റി വെച്ച്. ഡയാർക്ക് ഒരു പ്രശ്നമായിരുന്നു. ഇന്ത്യയിലെ ദേശീയ നേതാക്കന്മാരിൽ കുറേ പേർ അനുകൂലിച്ചു, കുറേ പേർ അനുകൂലിച്ചില്ല. അങ്ങനെ അനുകൂലിച്ചതിൽ ഒരാളാണ് സുരേന്ദ്രനാഥ് ബാനർജി. ശരിയല്ലേ? അപ്പോൾ ഈ ഡയാർക്കിയിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി. അതുകൊണ്ട് ഡയാർക്കിയെ കുറിച്ച് പഠിക്കാൻ ഒരു കമ്മിറ്റി വെച്ച് ബ്രിട്ടീഷുകാർ. അതിൻ്റെ പേരെന്താണ്? മുദിമാൻ കമ്മിറ്റി. അപ്പോൾ 1919 മൊണ്ടേഗു ചെംസോഡ് ഭരണപരിഷ്കാരത്തിലെ അപാകതകൾ പരിഹരിക്കാനും പുതിയ പരിഷ്കാരങ്ങൾ ശുപാർശ ചെയ്യാനും ഒരു കമ്മിറ്റി, സ്റ്റാറ്റ്യൂട്ടറി കമ്മിറ്റി വന്നു. ഏതാണത്? സൈമൺ കമ്മീഷൻ. 1927 പ്രഖ്യാപിച്ചു, 28 വന്നു, 30 റിപ്പോർട്ട് സമർപ്പിച്ചു. ശരി, അത് നമുക്ക് എവിടെ പറയാം? നമ്മൾ അവിടെ എത്തുമ്പോഴത്തേക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ശരി, അപ്പോൾ 1899 ലക്നൗ സമ്മേളനം. ലക്നൗ എന്ന് പറയുന്നത് നേരത്തെ പിന്നീട് രാധിക പറഞ്ഞു, അത് ഉത്തർപ്രദേശിൻ്റെ തലസ്ഥാനമാണ്. ഗോമതി നദിയുടെ തീരത്താണെന്ന് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ശരി, നമുക്ക് ഇനി 16ാമത്തെ സമ്മേളനത്തിലേക്ക് പോകാം. 54/16 1900-ലാണ്. ഈ 1899-ഉം 900-ഉം തമ്മിൽ ചൈനയായിട്ടൊരു ബന്ധമുണ്ട്. എന്താണെന്ന് അറിയാമോ? ബോക്സർ കലാപം ഇല്ലേ? 1900-901 ബോക്സർ കലാപം. അത് വേണമെങ്കിൽ നമുക്കൊന്ന് സൂചിപ്പിക്കാമായിരുന്നു. അത് പോട്ട്. 16ാമത്തെ സമ്മേളനം നടന്നത് ലാഹോറിലാണ്, 1900-ലാണ്. പിന്നെ ആ സമ്മേളനത്തിന് നേതൃത്വം കൊടുത്തത് NG ചണ്ട വർക്കർ. അതുകൊണ്ട് ആ സമ്മേളനത്തിൽ 1900 നടന്ന സമ്മേളനത്തെക്കുറിച്ച് സംസാരിക്കണം. ആരാണ് സംസാരിക്കുന്നത്? ശരി, പറഞ്ഞു. 1900 സമ്മേളനം നടന്നത് 16ാമത്തെ സെഷനാണ്. ലാഹോർ ഏത് നദിയുടെ തീരത്താണ്? രവി നദിയുടെ തീരത്താണ്. ഇപ്പൊ എവിടെയാണ്? ഇപ്പൊ പാകിസ്ഥാനിലാണ്. ഇപ്പൊ പാകിസ്ഥാനിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. പിന്നെ 1900 വർഷത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞതുപോലെ 1900-901 ചൈനയിലെ ബോക്സർ കലാപവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. പിന്നെ 1900-ലാണ് ഒളിമ്പിക്സിൽ ഫുട്ബോൾ ഉൾപ്പെടുത്തിയത്. 1900-ലാണ്. ഇന്ത്യ ഒളിമ്പിക്സിൽ പങ്കെടുത്തത് ഏത് വർഷം മുതലാ? 1924. 1924 ആരാ പങ്കെടുത്തത്? CK ലക്ഷ്മൺ. ഓക്കെ, ഇപ്പൊ ഇത് 100ാം വർഷമാണ്. ഇന്ത്യ ഒളിമ്പിക്സിൽ പങ്കെടുത്തിട്ട് 100ാം വർഷമാണ് 2024. കുറച്ച് സമ്മാനമൊക്കെ കിട്ടി, അത് നമുക്ക് ചർച്ച ചെയ്യണം. ഇപ്പോൾ 72ാം സ്ഥാനമാണ്. 2024 ഒളിമ്പിക്സിൽ 72ാം സ്ഥാനമാണ് ഇന്ത്യക്ക് കിട്ടിയത്. ഗോൾഡ് മെഡൽ ഇല്ല. രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് കഴ്സൺ പ്രഭുവിന്. അദ്ദേഹം തിരുവിതാംകൂർ എത്തിയപ്പോൾ കഴ്സൺ പ്രഭുവിന് രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് 1900-ലാണ്. പിന്നെ 1900 വേറെ എന്താ പ്രത്യേകത നമുക്ക് പറയാനുള്ളത്? 1900 NG ചണ്ട വർക്കർ ആണ് അതിൻ്റെ അധ്യക്ഷനായിരുന്നത്. ശരിയല്ലേ? അപ്പോൾ 1900 നടന്ന 16ാമത്തെ INC സമ്മേളനത്തെക്കുറിച്ച് കൂടുതൽ നമുക്ക് സംസാരിക്കാനില്ല. അതൊരു ചരിത്രപ്രസിദ്ധമായ പ്രത്യേകതകളൊന്നും അതിനകത്ത് കാണുന്നില്ല. 17ാമത്തെ സമ്മേളനത്തിലേക്ക് കിടക്കണം. മൊത്തം 57 സമ്മേളനം. അതിൽ 17ാമത്തെ സമ്മേളനമാണ് 1901 കൊൽക്കത്തയിൽ നടന്നത്. DE വാച്ച ആയിരുന്നു അതിൻ്റെ അധ്യക്ഷൻ. DE വാച്ച 1901. ആരാണ് സംസാരിക്കാൻ പോകുന്നത്? 1901 കൊൽക്കത്തയിലാണ് INC സമ്മേളനം നടന്നത്. അതിന്റെ അധ്യക്ഷൻ നമ്മൾ പറഞ്ഞു ദിൻഷാ ഇ വാച്ച. DE വാച്ചയാണ് അതിന്റെ അധ്യക്ഷൻ. ഇനി ഈ സമ്മേളനത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഗാന്ധിജി ആദ്യമായി പങ്കെടുത്ത INC സമ്മേളനമാണ് 1901 കൊൽക്കത്ത സമ്മേളനം. ഗാന്ധിജി ആദ്യമായി പങ്കെടുത്തത്. എന്നാൽ ഗാന്ധിജി INC പ്രസിഡന്റായ സമ്മേളനം ചോദിച്ചാൽ അത് 1924 ബെൽഗാം കോൺഗ്രസ് ആണ്. നമ്മൾ അത് പിന്നീട് സംസാരിക്കും അല്ലേ? ശരി, അടുത്ത 1901. ഇനി 1901 പ്രത്യേകത പറയുമ്പോൾ നൊബേൽ സമ്മാനം കൊടുത്തു തുടങ്ങിയത് 1901-ലാണ്. ശരി, എല്ലാ വർഷവും ഡിസംബർ 10-നാണ് നൊബേൽ സമ്മാനം നൽകുന്നത്. ആൽഫ്രഡ് നൊബേലിന്റെ ചരമദിനത്തിന്. ചരമദിനത്തിനാണ്. പിന്നെ ഒരു ഡിസംബർ 10, വേറൊരു ഡിസംബർ 10 കിടന്ന് കളിക്കുന്നുണ്ടല്ലോ. എന്താണ്? മനുഷ്യാവകാശ ദിനം. അതെന്താ മനുഷ്യാവകാശ ദിനം? അതിന്റെ പ്രത്യേകത എന്താ? 1948 UNO പാരീസിൽ വെച്ചിട്ട് മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തി. 1948 ഡിസംബർ 10. അതിന്റെ ഓർമ്മയ്ക്കാണ് ഡിസംബർ 10 ലോക മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നത്. UN ജനറൽ അസംബ്ലിയാണ് ഇതിനൊക്കെ നേതൃത്വം കൊടുത്തത് അല്ലേ? ശരി, വേറെ 1901 കുറിച്ച് എന്താ സംസാരിക്കാനുള്ളത്? DE വാച്ച INC പ്രസിഡന്റായ വർഷമാണ് നമ്മൾ പറഞ്ഞത്. ശരിയല്ലേ? നമുക്ക് ഇനി 18ാമത്തെ സമ്മേളനത്തിലേക്ക് കടക്കാം. 18ാമത്തെ സമ്മേളനം 1902-ലാണ്. ആ 1902 നടന്ന 18ാമത്തെ സമ്മേളനം
നടന്നത് അഹമ്മദാബാദിലാണ്. വീണ്ടും സുരേന്ദ്രനാഥ ബാനർജി അതിൻ്റെ അധ്യക്ഷനായി. അപ്പോൾ സുരേന്ദ്രനാഥ ബാനർജി 2 പ്രാവശ്യം, ഏതൊക്കെയാണെന്നൂടെ പറയാമോ? 1895 പൂന സെഷനിലും അധ്യക്ഷൻ സുരേന്ദ്രനാഥ ബാനർജി ആയിരുന്നു. ഇപ്പൊ പറയുന്നത് 1902 അഹമ്മദാബാദില് INC പ്രസിഡന്റും സുരേന്ദ്രനാഥ ബാനർജിയാണ്. അഹമ്മദാബാദ് എവിടെയാണ്? ഗുജറാത്തിലാണ്. ഗുജറാത്തിന്റെ പഴയ തലസ്ഥാനം. ഇപ്പോഴും ഗുജറാത്തിന്റെ തലസ്ഥാനം ഏതാണ്? ഗാന്ധിനഗർ. അഹമ്മദാബാദ് ഏത് നദിയുടെ തീരത്താണ്? അഹമ്മദാബാദ് സബർമതി നദിയുടെ തീരത്ത്. സബർമതി നദിയുടെ തീരത്താണ് അഹമ്മദാബാദ്. വേറെന്താ അഹമ്മദാബാദിനെ കുറിച്ച് അല്ലെങ്കിൽ അവിടെ കുറിച്ച് പറയാനുള്ളത്? 1918 അഹമ്മദാബാദ് തുണിമിൽ സമരം നടന്നത്. അത് ശരിയാണ്. അത് ഗാന്ധിജിയുടെ ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹമായിരുന്നു അഹമ്മദാബാദ് തുണിമിൽ സമരം. 1918. ശരി. അപ്പോൾ നമ്മൾ 1902 പ്രത്യേകത പറയുകയാണെങ്കിൽ അനുശീലൻ സമിതി രൂപീകരിച്ചത് 1902 വെരി ഫൈൻ. ബരീന്ദ്രകുമാർ ഘോഷും പുളിൻ ബിഹാരി ദാസും. ഒന്നുകൂടെ പറയൂ. 1902 അനുശീലൻ സമിതി രൂപീകരിക്കുന്നത്. ഒരു വിപ്ലവ സംഘടനയാണ് അല്ലേ? ശരി. അത് രൂപീകരിച്ച വ്യക്തികൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ബരീന്ദ്രകുമാർ ഘോഷും പുളിൻ ബിഹാരി ദാസും. 1902. അതുപോലെ 1902 ജൂലൈ 4 സ്വാമി വിവേകാനന്ദൻ അന്തരിക്കുന്നത്. ശരിയാണ്. ജൂലൈ 4 എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമാണ്. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകവും കൂടിയാണ് ജൂലൈ 4 എന്ന് പറയുന്നത്. അമേരിക്കയുടെ സ്വാതന്ത്ര്യ ദിനവും ഏതാണ്? ജൂലൈ 4 ഏതാണ്? ജൂലൈ 4. ഓക്കെ, വെരി ഫൈൻ. അപ്പോൾ നമ്മൾ അമേരിക്ക വരെ എത്തി. ശരിയല്ലേ? ഇനി ഇതിന്റെ 19ാമത്തെ സമ്മേളനത്തിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. INCയുടെ 19ാമത് സമ്മേളനം നടന്ന 1903 മദ്രാസിലാണ് നടന്നത്. 1903 മദ്രാസിലാണ്. ലാൽ മോഹൻ ഘോഷ് ആയിരുന്നു അധ്യക്ഷൻ. അപ്പോൾ 19ാം സമ്മേളനത്തെക്കുറിച്ച് 2 വാക്ക് ആർക്ക് സംസാരിക്കാം? ശരി, സംസാരിച്ചോ. 1903 19ാമത്തെ INC സെഷൻ നടക്കുന്നത്. ലാൽ മോഹൻ ഘോഷ്. അപ്പോൾ ആ വർഷത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയ ഒരു വർഷമാണ്. നമ്മുടെ SNDP രൂപീകരിച്ചത് 1903 മെയ് 15 തിരുവനന്തപുരം അരുവിപ്പുറം. 1903 മെയ് 15 SNDP രൂപീകരിച്ച് തിരുവനന്തപുരം അരുവിപ്പുറത്ത് വെച്ചിട്ടാണ് രൂപീകരിച്ചത്. നെയ്യാറ്റിൻകര താലൂക്ക്. അത് ഏത് പിന്നീട് ആ ക്ഷേത്രം ഇരിക്കുന്ന ഏത് നദിയുടെ തീരത്താണ്? നെയ്യാറിന്റെ തെക്കേറ്റത്തുള്ള നദി തന്നെയാണ് അല്ലേ? നെയ്യാറ് തന്നെയാണ് തെക്കേറ്റത്തുള്ള നദി. ശരി. അപ്പോൾ ഈ SNDP രൂപീകരിച്ചത് 1903 മെയ് 15. ആദ്യത്തെ സമ്മേളനം 1904 അവിടെ തന്നെ കൂടി. 1904 അതിന്റെ ആദ്യത്തെ സെക്രട്ടറി ആരായിരുന്നു? ആദ്യത്തെ പ്രസിഡന്റ് ശ്രീനാരായണ ഗുരു, സെക്രട്ടറി കുമാരനാശാൻ, വൈസ് പ്രസിഡന്റ് ഡോക്ടർ P. പൽപ്പു. അവിടെ ഒരു പ്ലാവിന്റെ മൂട്ടിയിരുന്നാണ് ഇത് കൂടിയതെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. നമുക്ക് കേട്ടും കേൾവി മാത്രമേ ഉള്ളൂ. അവിടെ ഒരു മുദ്രാവാക്യം എഴുതി വെച്ചിട്ടുണ്ട്. ജാതിഭേദം മതദ്വേഷം സർവരും സോദരത്തിന് വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന് എഴുതി വെച്ചേക്കുന്ന അരുവിപ്പുറത്താണ്. നെയ്യാറ്റിൻകര താലൂക്ക്, തിരുവനന്തപുരം ജില്ലയിലാണ്. ശരിയല്ലേ? 1903 മദ്രാസിലെ ലാൽ മോഹൻ ഘോഷിന്റെ നേതൃത്വത്തിലാണ് INC സമ്മേളനം നടന്നത്. 19ാമത്തെ സമ്മേളനം. 1903 റൈറ്റ് ബ്രദേഴ്സ് വിമാനം കണ്ടുപിടിച്ചത്. വിൽബർ റൈറ്റും ഓർബിൽ റൈറ്റ് വിമാനം അമേരിക്കക്കാരാണ്. വിമാനം കണ്ടുപിടിച്ച 1903 ഓർമ്മിക്കണം. വിമാനത്തിന്റെ ഈ ടയറിൽ നിറയ്ക്കുന്ന വാതകം ഏതാണ്? നൈട്രജൻ. വിമാനത്തിന്റെ ബോഡി നിർമ്മിച്ചിരിക്കുന്ന ലോഹം ഏതാണ്? ഡുറാലുമിൻ. അതിന്റെ ബോക്സ് എന്താ? ബോക്സ് എന്ന് പറഞ്ഞു. ബ്ലാക്ക് ബോക്സിന്റെ നിറം എന്താണ്? ഓറഞ്ച്. ഇതൊക്കെ ഒരു ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷയ്ക്ക് ചോദിക്കാം. നിങ്ങൾക്ക് ഡിഗ്രിക്കൊന്നും പ്രതീക്ഷിക്കണ്ട. ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷയ്ക്ക് നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം. അതുപോലെ ശരി, നമുക്ക് നോക്കാം. 1903 മദ്രാസ് കോൺഗ്രസ് സമ്മേളനം നടന്നു. ലാൽ മോഹൻ ഘോഷ് അതിൻ്റെ അധ്യക്ഷനായി. ഇനി നമുക്ക് 20ാമത്തെ സമ്മേളനത്തിലേക്ക് കടക്കാം. 20ാമത്തെ സമ്മേളനം 1904 ബോംബെയിൽ നടന്നു. ഹെൻറി കോട്ടൺ എന്ന് പറയുമ്പോൾ നമ്മൾ തിരുവനന്തപുരത്തൊരു കോട്ടൺ ഹില്ലുണ്ട്, ഓർമ്മയുണ്ട്? ഇതുമായിട്ട് ബന്ധമുണ്ടോ? കോട്ടൺ ഹിൽ സ്കൂൾ. അപ്പോൾ 20ാമത്തെ സമ്മേളനം 1904 ബോംബെയിലാണ് നടന്നത്. ഹെൻറി കോട്ടൺ ആയിരുന്നു അതിന് അധ്യക്ഷനായിരുന്നു. അപ്പോൾ 1904 കുറിച്ചും 20ാമത്തെ സമ്മേളനത്തെക്കുറിച്ചും ബോംബെയെക്കുറിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണല്ലേ? ആരാണ് സവിസ്തരമായി നമ്മളെ സുഹൃത്തുക്കൾ പറഞ്ഞു കൊടുക്കുന്നത്? നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മളെ മാത്രം ആശ്രയിക്കുന്ന കുട്ടികളാണ് നമ്മളെ കൂടെ നിൽക്കുന്നത്. ഒരു കാരണവശാലും ഫീസ് കൊടുത്ത് പഠിക്കാൻ പറ്റാത്തവർ, മറ്റുള്ള കുട്ടികളെല്ലാം ഈ ആപ്പുകളെടുത്ത്
പഠിക്കുമ്പോഴത്തേക്ക് അവിടെ ഒന്നും പോകാൻ പറ്റാത്തവരാണ് നമ്മളെ ഈ കുട്ടികൾ. അതുകൊണ്ട് അവരെ നമുക്ക് മാക്സിമം സഹായിക്കണം, വേണ്ടേ? നമുക്കിത് റിവൈസ് ചെയ്ത് അവർക്ക് പറഞ്ഞു കൊടുക്കുകയും വേണം. അപ്പോൾ 1904 ബോംബെ സമ്മേളനവും ഹെൻറി കോട്ടനെ കുറിച്ചാണ് സംസാരിക്കേണ്ടത്. പറയും. 1904 INC സമ്മേളനം നടക്കുന്നത് ബോംബെയിലാണ്. അധ്യക്ഷൻ പറഞ്ഞു ഹെൻറി കോട്ടൺ. INC പ്രസിഡന്റ് ആകുന്ന 4ാമത്തെ വിദേശിയാണ് ഹെൻറി കോട്ടൺ എന്ന് പറയുന്നത്. ശരി, അടുത്ത് പറയാനുള്ളത് 1904 പ്രത്യേകതയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു 1903 SNDP രൂപീകരിച്ചത്. അതിന്റെ ആദ്യ സമ്മേളനം നടക്കുന്നത് 1904 അരുവിപ്പുറത്ത് വെച്ചിട്ട് തന്നെയാണ്. ഇനി അഭിനവ ഭാരത സൊസൈറ്റി രൂപീകരിച്ച വർഷം 1904 PD സവർക്കറാണ് രൂപീകരിച്ചത്. 1904 പുരാവസ്തു വകുപ്പ് ആരംഭിച്ചത് കഴ്സന്റെ കാലത്ത്. പുരാവസ്തു വകുപ്പ് കഴ്സന്റെ കാലത്ത് ആരംഭിച്ചത് 1904. പുരാവസ്തു വകുപ്പിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതാണ് അലക്സാണ്ടർ കണ്ണിഹാം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. 1904. ഈ 1904 വേറൊരു പ്രത്യേകത ഉണ്ട്. എന്താണെന്നറിയാമോ? ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളിൽ ആദ്യമായിട്ട് ഒരു നിയമസഭ ഉണ്ടാക്കുന്നത് തിരുവിതാംകൂറിലാണ് 1888. ശ്രീമൂലം അസംബ്ലിയാണ് ഉണ്ടാക്കിയത്. ഈ ശ്രീമൂലം, അതായത് ലെജിസ്ലേറ്റീവ് കൗൺസിൽ, ഇത് ശ്രീമൂലം പ്രജാസഭയായത് 1904. 1904 അതും വളരെ പ്രധാനപ്പെട്ടതാണ്. വേറെ അഭിനവ് ഭാരത് പറഞ്ഞു അല്ലേ? അഭിനവ് ഭാരത് 1904 വേറെ AKG ജനിച്ചത് 1904 ജനിച്ചത്. അദ്ദേഹം മരിച്ചത് 1977 അപ്പോൾ AKG ഒന്ന് റിസർവ് ചെയ്ത് വെച്ചേക്കുക. നമുക്ക് പിന്നെ അത് സംസാരിക്കണം. ഇനി ബോംബെയെ കുറിച്ച് നമുക്ക് അത് പറയേണ്ടതുണ്ട്. ബോംബെ ഇന്ത്യയുടെ പശ്ചിമ തീരത്താണോ പൂർവ്വ തീരത്താണോ? ഇന്ത്യയുടെ പശ്ചിമ തീരത്ത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖം ഏതാണ്? ബോംബെ തുറമുഖമാണ്. നേരത്തെ നിങ്ങൾ മദ്രാസ് പറഞ്ഞപ്പോഴേ ഇന്ത്യയിൽ ആദ്യമായിട്ട് മുനിസിപ്പൽ കോർപ്പറേഷൻ വന്നത് മദ്രാസ് മുനിസിപ്പൽ കോർപ്പറേഷനാണ്. ആദ്യത്തത് എവിടെയാണ്? മദ്രാസിലാണ് മുനിസിപ്പൽ കോർപ്പറേഷൻ ആദ്യമായിട്ട് വരുന്നത്. അപ്പോൾ ഈ ബോംബെയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖം എന്ന് പറഞ്ഞാൽ ഏതാണ്? ബോംബെയാണ്. ഏറ്റവും വലിയ തുറമുഖം എന്ന് പറയുന്നത് മുംബൈ തുറമുഖമാണ്. അതുപോലെ തന്നെ എണ്ണ ഉൽപ്പാദനത്തിൽ പണ്ട് ആസാമിലെ ഡിഗ്ബോയി ആയിരുന്നു. ഇപ്പോൾ മുംബൈ ഹൈയാണ്. കടലിൽ നിന്നാണ് എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് മുംബൈ എന്ന് കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ ഓടി വന്നത് എന്താണെന്ന് അറിയാമോ? റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം മുംബൈ, LICയുടെ ആസ്ഥാനം മുംബൈ, നബാർഡിൻ്റെ ആസ്ഥാനം മുംബൈ, ശരിയല്ലേ? SBIയുടെ ആസ്ഥാനം മുംബൈ. വളരെ പ്രധാനപ്പെട്ടതാണ്. മുംബൈ ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം തന്നെ അതാണ്, മുംബൈ ആണെന്നുള്ളത് സംശയം വേണ്ട. മുംബൈയിൽ ഇപ്പോൾ ഒരു വലിയ പാലമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? അടൽ സേതു പാലം. അടൽ സേതു പാലത്തിന്റെ നീളം എത്രയാണ്? 21.8 കിലോമീറ്റർ അടൽ സേതു പാലം, ശരിയല്ലേ? ശരി, അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി വെച്ചേക്കുക. 1904 കുറിച്ച് വേറെന്താ പറയാനുള്ളത്? 1904 കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാനുണ്ടോ? ശരി, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് 1904 20ാമത്തെ സമ്മേളനത്തിൽ വെച്ച് അവസാനിപ്പിക്കാം. നമ്മുടെ സുഹൃത്തുക്കൾ പാഠഭാഗങ്ങൾ നേരെ കാണണം. ഞങ്ങൾ ഇതേ തുടർന്നിട്ട് ഈ ക്ലാസ് ഈ സ്വാതന്ത്ര്യ സമരത്തൊക്കെ ഒന്ന് തീർത്തതിന് ശേഷം ഞങ്ങൾ നെൽവയൽ സംരക്ഷണ നിയമം, ദുരന്ത നിവാരണ അതോറിറ്റി, ഇങ്ങനെയുള്ള ചില കാര്യങ്ങളിലേക്ക് കിടക്കും. അത് നമുക്ക് ഗ്രൂപ്പ് ഡിസ്കഷൻ മതി. എന്താ, നമുക്ക് അങ്ങനെ കിടക്കാം. എൻ്റെ സുഹൃത്തുക്കൾ ഒന്നും വിഷമിക്കരുത്. 6 മാസത്തേക്ക് ഈ പഠനം പിന്നീട് സ്ലോവാക്കരുത്, അല്ലെങ്കിൽ ഇഴഞ്ഞു പോകരുത്. വളരെ സജീവമായി നിന്ന് പഠിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ഈ ക്ലാസ് കൂടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.